നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 1.4 മില്യൺ ഫലസ്തീനുകൾ തിങ്ങി താമസിക്കുന്ന ഗാസയുടെ തെക്കേ അറ്റത്തുള്ള നഗരമായ റഫേൽ അധിനിവേശം നടത്തുന്നതിനേക്കാൾ ഹമാസുമായി വെടിനിർത്തൽ കരാറാണ് വേണ്ടതെന്ന് ഭൂരിഭാഗം ഇസ്രയേലികളും വിശ്വസിക്കുന്നതായി സർവേ റിപ്പോർട്ട്. ഇസ്രയേലി പത്രമായ മാരീവാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ലാസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റഡീസ് നടത്തിയ സർവേയിൽ പങ്കെടുത്ത 54% പേരും ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഹമാസുമായി കരാറിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നതായി കണ്ടെത്തി. 38% പേർ കരാറിനേക്കാൾ ഉപരി സൈനിക നടപടിയെ പിന്തുണയ്ക്കുന്നു. 8% പേർക്ക് പ്രത്യേക അഭിപ്രായങ്ങളൊന്നുമില്ല. വലതുപക്ഷ പാർട്ടികളെ 79% പേരും റഫ അധിനിവേശത്തെ പിന്തുണയ്ക്കുന്നു. അതേസമയം ഇടതുപക്ഷ മധ്യപക്ഷ പാർട്ടികൾ ഉൾപ്പെട്ട 81% പേരും ബന്ദിമോചന കരാറിലെത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് മാസങ്ങളായി ഇസ്രയേൽ പ്രതിഷേധം തുടരുകയാണ്. ഹമാസുമായി കരാറിലെത്തി ബന്ദികളെ മോചിപ്പിക്കുക, പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജിവെക്കുക, വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുക തുടങ്ങിയവയാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ. എന്നാൽ ഹമാസുമായി കരാറിൽ എത്തിയാലും ഇല്ലെങ്കിലും റഫേൽ അധിനിവേശം നടത്തുമെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട്. യുദ്ധത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കും മുമ്പ് യുദ്ധം അവസാനിപ്പിക്കാൻ സാധ്യമല്ലെന്ന് അദ്ദേഹം ബന്ദികളുടെ ബന്ധുക്കളുമായുള്ള ചർച്ചയ്ക്കിടെ പറഞ്ഞിരുന്നു. സമ്പൂർണ്ണ വിജയം നേടാനായി റഫേൽ പ്രവേശിച്ച് അവിടെയുള്ള ഹമാസ് ബറ്റാലിയനുകളെ നശിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ 12 ലക്ഷത്തോളം ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന റഫേൽ ആക്രമിക്കാനുള്ള പദ്ധതിയെ എതിർത്തുകൊണ്ട് അമേരിക്ക വീണ്ടും രംഗത്ത് വന്നു. റാഫേലെ ജനങ്ങളെ എങ്ങനെ സംരക്ഷിക്കണമെന്ന കാര്യത്തിൽ ഇസ്രയേൽ പദ്ധതി സമർപ്പിച്ചിട്ടില്ലെന്നും അമേരിക്ക കുറ്റപ്പെടുത്തി. അത്തരമൊരു പദ്ധതി ഇല്ലാതെ റാഫേൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ആക്രമണത്തെ പിന്തുണയ്ക്കാൻ സാധിക്കില്ല. കാരണം അത് വരുത്തിവെക്കുന്ന നാശനഷ്ടങ്ങൾ അതിഭീകരമായിരിക്കുമെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമാക്കി. ഈജിപ്ത്, ഖത്തർ, അമേരിക്ക എന്നിവയുടെ മധ്യസ്ഥതയിൽ കെയ്റോയിൽ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയാണ്. ചർച്ചയ്ക്ക് ഹമാസിന്റെ പ്രതിനിധികൾ ശനിയാഴ്ച കെയ്റോയിൽ എത്തിയിരുന്നു. CIA ഡയറക്ടർ വില്യം ബേൺസും ഈജിപ്തിൽ എത്തിയിട്ടുണ്ട്. വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ ഹമാസിന് ഒരാഴ്ച സമയമാണ് ഇസ്രയേൽ നൽകിയിരിക്കുന്നത്. അല്ലാത്ത പക്ഷം റഫേൽ ആക്രമണം നടത്തുമെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. പുതിയ കരാർ വ്യവസ്ഥകൾ ഹമാസിന് മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിലും യഹ്യാ സിൻവാർ അടക്കമുള്ള നേതാക്കൾ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല എന്നാണ് വിവരം. ഹമാസിന്റെ കൈവശം 130 ബന്ദികൾ ഉണ്ടെന്നാണ് വിവരം. ഇതിൽ പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേസമയം 9100-ലധികം ഫലസ്തീനികളെയാണ് ഇസ്രയേൽ അന്യായമായി ജയിലിൽ അടച്ചിട്ടുള്ളത്. 2023 നവംബറിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ കരാറിലെത്തിയിരുന്നു. അന്ന് 81 ഇസ്രായേലികളെയും 24 വിദേശികളെയും ഹമാസ് വിട്ടയച്ചപ്പോൾ പകരം 240 ഫലസ്തീനികളെ ഇസ്രയേലും കൈമാറി. ഇസ്രയേൽ ജയിലിൽ കഴിയുന്ന ഫലസ്തീനികളെ വിട്ടയക്കുന്നതിന് പകരം സ്ത്രീകൾ, വനിതാ സൈനികർ, പ്രായമായ വ്യക്തികൾ, പരിക്കേറ്റവർ എന്നിവരുൾപ്പെടെ 33 ബന്ദികളെ കൈമാറണമെന്നാണ് ഇസ്രയേൽ പുതുതായി നിബന്ധന വച്ചിട്ടുള്ളത്. എന്നാൽ ഇസ്രയേൽ പൂർണ്ണമായും ആക്രമണം നടത്തുകയും സൈന്യത്തെ പിൻവലിക്കണമെന്നുമാണ് ഹമാസിന്റെ ആവശ്യം. ഗാസയിലെ ഇസ്രയേൽ ആക്രമണം 210 ദിവസം പിന്നിടുമ്പോൾ 34,662 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. 77,867 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.